ഈ ദൈവസങ്കല്പമുള്ള ഈ പ്രകൃതി നശിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതായിരിക്കുന്ന ഭഗവാന്റെ പേരിലാണ് ഈ കമ്മിറ്റിയിലുള്ള ജോയിൻറ്റ് സെക്രട്ടറി എൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും അത് ഞാൻ കേസ് പോലീസ് മുഖേന കേസ് പറയുകയും ഇവിടെ മൂർത്തി ഇരിപ്പുണ്ടായിരുന്നു. ഈ കൈ കൊണ്ടുവന്ന ആ കാണുന്ന തെങ്ങിനടുത്ത് പേരെടുത്തിൽ നിന്ന് മത്സരിച്ച് ജനങ്ങൾ കൊടുക്കുന്ന ₹1 2 രൂപയുടെ നാണയങ്ങൾ പുറക്കി എടുത്തിട്ട് ഒരു വർഷത്തിന് കമ്മിറ്റി എല്ലാവർക്കും നാട്ടിൽ ലക്ഷങ്ങളുള്ള ജനങ്ങൾക്ക് നോക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു കമ്മിറ്റി അയച്ചിട്ട് ആ കമ്മിറ്റിയാണ് ഏറ്റവും വലുത് എന്നാണ്. അത് മുസ്ലിം സമുദായത്തിലായാലും ക്രിസ്ത്യാനി സമുദായത്തിലായാലും ഹിന്ദുക്കളായാലും ശരി ഒരു ട്രസ്റ്റ് രൂപ അടിച്ച് അത് നിന്ദിക്കുന്ന ആ 10-15 പേരെ തിരഞ്ഞെടുക്കുന്ന അവരാണ് ഏറ്റവും വലിയവരെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ₹1 രൂപയുടെ നാണയങ്ങളും കാര്യത്തിനും അത് വലിയ കണക്ക് പറയേണ്ടി വരും. അതറിയത്തില്ല. ഈ ഭഗവാനോട് കണക്ക് പറഞ്ഞ് ഈ ദേശത്ത് എനിക്കെതിരെ ഫേസ്ബുക്കിലും പരസ്യമായിട്ട് ജംഗ്ഷനിലൊക്കെ എഴുതിയിട്ട് സന്തോഷ് കുമാർ ചെലവിള ഉത്തമ്പേട് കൊല്ലം ജില്ല ഈ വ്യക്തി നിരന്തരം അമ്പലത്തിനെതിരെ ഉപദ്രവപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് എന്നെ ഇത്രയും ചെയ്തു. പക്ഷേ ഒരു കാര്യം ഇവർ അറിയുന്നില്ല. ഈ ഭഗവാൻ തന്ന ജീവിതമാണ്, ഈ പ്രകൃതി തന്ന ജീവിതമാണ് എനിക്ക്. പക്ഷേ എൻ്റെ ജീവിതത്തിന് ഇപ്പം കേരളത്തിലെ ആഹാര രീതി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും 80-85 വർഷമൊക്കെ ആയുസുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരി, എത്ര ആയുസുണ്ടോ ശരി, ഞാൻ ഈ മണ്ണി അടങ്ങിയേ പറ്റൂ. ഈ ഇട്ടേക്കുന്ന കണ്ടോ, ഇത് തുണിയായത്. ഞാൻ മരിച്ചാലും പിന്നെ എത്ര വർഷം കഴിഞ്ഞാൽ ഈ തുണി നശിക്കണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം. അതേപോലെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന പഞ്ചായത്ത് കേസെടുക്കുമായിരിക്കും. അല്ലാതെ പ്രകൃതിക്കുന്ന മരങ്ങളെല്ലാം ഉണ്ട്, വളമാണ്. ഞാൻ വെറും വളം മാത്രം. മണ്ണ് ചെന്ന് ജീവിക്കുന്നു, മണ്ണായ ഒരു വ്യക്തിയാണ് ഞാൻ. അതറിയത്തില്ല. കുറച്ച് പണമൊക്കെ ഉണ്ടാക്കണം. ഞാൻ എന്താ പറയുന്നത്, പണമാണ് മനുഷ്യനെ വലുത്. പണം നിരോധിച്ച് കൊറോണ വന്നു, ആരും പഠിക്കത്തില്ല. ഓം നമഃ ശിവായ. പടച്ച തമ്പുരാൻ പച്ചപ്പ് കൊണ്ട് നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മളെ എല്ലാവർക്കും വേണ്ടി നന്മ ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സ്വയം കുരിശി തറച്ചപ്പം പോലും ഹൃദയം പൊടിച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും ഒന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് അവരവൻ ചെയ്യുന്ന തെറ്റ് എന്തോന്ന് അറിയുന്നില്ല എന്ന് പ്രാർത്ഥിച്ച് പോയ ഒരു സമുദായത്തിൽ ജനിച്ചതാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്നേഹത്തോടെ SK കേരള ഇന്ത്യ. ഐ ലവ് യു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആൻഡ് ഷെയർ ചാറ്റ് എന്താ പറയുന്നത്, ന്യൂ ജനറേഷൻ മീഡിയ അല്ല. ഓക്കെ.